അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പിസ്സ എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പിസ്സ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടും വേണ്ട, തീരെ ചൂടില്ലാണ്ട് നിൽക്കണ്ട. അതിനൊരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈസ്റ്റും പഞ്ചസാരയോ ആണ് ഇട്ട് കൊടുത്തത്. ഓരോരോ ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എത്ര ആവശ്യം അതിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്കൊരു 1 കപ്പ് മൈദപ്പൊടി ഇടുന്നുണ്ട്. മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആട്ടപ്പൊടി വെച്ച് ചെയ്യേണ്ട, ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ മൈദപ്പൊടി വെച്ചിട്ടാണ് പിസ്സേൻ്റെ ഡോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പിസ്സയ്ക്ക് ഒരു ചെറിയ കപ്പ് മൈദപ്പൊടി മതി. അപ്പോൾ അത് കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത വെള്ളത്തിനേക്കാളും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ, 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചെറുങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഹാർഡായിട്ട് ചപ്പാത്തി ഒന്നും ഇങ്ങനെ പരത്തിയെടുക്കുന്ന പോലെ ഇങ്ങനെ ആക്കിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. ചെറുങ്ങനെ ഒന്ന് കുഴച്ചിട്ട് അവിടെ വെക്കുക. ഒരു അരമണിക്കൂർ വെക്കുക. ഇനി നമുക്കതിന് വേണ്ടി ഒരു സോസ് ഉണ്ടാക്കണം. അതിന് 2 തക്കാളി, ഒരു സവാള, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഇങ്ങനെ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കുക. ചെറുങ്ങനെ ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി വെന്ത് കിട്ടിയതാണല്ലോ, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഇടുന്നതിന് മുമ്പ് തക്കാളീൻ്റെ ആ ഒരു തൊലി ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, വെളിച്ചെണ്ണയല്ല. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിലാണെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്ത ഒരു കട്ടപ്പിടിച്ച സംഭവങ്ങളിലുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക. ഈ ഉള്ളീൻ്റെതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മാറ്റി കൊടുക്കണം. നല്ല പ്യൂരി ആയിട്ട് വേണം നമുക്കിത് കിട്ടാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം. ഒന്നും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം. കൈവിടാതെ ഇതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒറിഗാനോ ആണ്. അപ്പോൾ 1 ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു മധുരവും ഒരു പുളിപ്പും എല്ലാം ഉണ്ടാകുന്ന ഒരു ടേസ്റ്റാണ് ഈ സോസിന്. നല്ല ടേസ്റ്റാണ് സോസ് കഴിക്കാൻ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ, കറക്റ്റ് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ടീസ്പൂണും ടേബിൾ സ്പൂണെല്ലാം കണക്കാക്കി റെഡിയായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ വേവിച്ചെടുക്കാം. ഇനി ഇത് കുറുകി വരണം, നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇതെന്താ നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ആ ടൈമിൽ ഒന്ന് മീഡിയം ടു ലോയിൽ വെച്ചാൽ മതി, ഒരിക്കലും ഹൈ ആയിട്ട് വെക്കണ്ട. ഇനി ഞാനിവിടെ ചീസ് എടുത്തിട്ടുണ്ട്, മൊസറല്ല ചീസ്. പിന്നെ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, ടൊമാറ്റോ, ഓണിയനും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയ സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിസ്സ ഡോ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ കുഴച്ചിട്ട് റെഡിയാക്കി വെച്ച് അത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അങ്ങനെ വെലിങ്ങനായിട്ട് ചപ്പാത്തിയൊന്നും കുഴക്കുന്ന പോലെ കുഴക്കണ്ട. നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം. ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ കൈനെ കൊണ്ട് തന്നെ ഓയിലൊന്ന് സ്പ്രെഡായി കൊടുക്കുക. എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡായി കൊടുക്കുക. ഓയിൽ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ എടുക്കണ്ട.
എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എല്ലാ സൈഡിലും ഒന്ന് പരത്തി കൊടുക്കാം. നടുഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് നല്ല തിന്നായിട്ടും അങ്ങനെ ലാസ്റ്റ് ഭാഗത്ത് നല്ല കട്ടിയായിട്ടും വേണം ഒന്ന് പരത്തിയെടുക്കാൻ. മേലെ ഭാഗം നന്നായിട്ട് കട്ടിയായിട്ട് നിൽക്കണം. അങ്ങനെയല്ല നമുക്ക് പിസ്സ കിട്ടാറ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കാരണം നമ്മൾ കുബൂസ് ഒന്ന് പോകുന്ന പോലെ പൊന്തി പോകാണ്ടിരിക്കാനാണ്. ഇതുപോലെ എല്ലാം ചുറ്റിന് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കുത്തി കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കണം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് അടിഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ടിടുക. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇട്ടൊന്ന് മറിച്ചിട്ടിട്ട് മേൽഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടിഭാഗം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്, ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമ്മൾ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും നന്നായിട്ട് നമ്മൾ നല്ല ടേസ്റ്റി സോസാണ് ഇത്. നല്ല ടേസ്റ്റാണ്. പിസ്സേൻ്റെ മെയിൻ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോസാണ്. അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ആയി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് എത്ര ചീസിൻ്റെ ഫ്ലേവർ ഇഷ്ടമോ അതിനനുസരിച്ചിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓവനിലെല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടത്, 2 ഭാഗം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവനിലാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി, ടൈം സെറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഫ്രൈ പാനിലായതുകൊണ്ടാണ് ജസ്റ്റ് നേരത്തെ നമ്മൾ അടിഭാഗം ഒന്ന് കുക്ക് ചെയ്തിട്ട് മറിച്ചിട്ടത്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ തീരെ നിർബന്ധമൊന്നുമല്ല, നമുക്ക് വെജ് ആണെങ്കിൽ വെജായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ കൂടുതലായിട്ട് വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒന്ന് ചിക്കൻ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ മാത്രമാണെങ്കിൽ വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. പക്ഷേ ചിക്കൻ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെജിറ്റബിളും ചിക്കനെല്ലാം ഒന്നായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ആ ഒരു നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്ര കൂടുതലായിട്ട് വെജിറ്റബിൾ ഇഷ്ടമില്ലെങ്കിൽ അതും ഇടണ്ട, അത്ര കാര്യം. ഞാൻ ഇവിടെ കൂടുതലായിട്ട് വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും താഴെ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ചെറിയ രീതിയിൽ വേണം ഇട്ട് വെക്കാൻ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ റെഡിയായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാനും നല്ല സോഫ്റ്റ് പിസ്സയായിരുന്നു. അപ്പോൾ നമ്മൾ ഡോ കുഴക്കുന്ന സമയത്തും അതിങ്ങനെ പരത്തുന്ന സമയത്തുള്ള ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈസ്റ്റിൻ്റെ കണക്കും അതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പിസ്സ നമുക്ക് ഫ്രൈ പാനിൽ തന്നെ ഉണ്ടാക്കുക. അതേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ അതേ ടേസ്റ്റ് തന്നെ കിട്ടീന്. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം, ഇതുപോലെ മൂടി വെച്ചിട്ട്. അപ്പോൾ എൻ്റെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറയല്ലോ, ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയതെന്ന് പറയാനേ പറ്റുന്നില്ല, കാരണം നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരും ടെൻഷനാകണ്ട, കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ എന്തായാലും നല്ല അടിപൊളി പിസ്സ ഉണ്ടാക്കുക. ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻസിലൂടെ അഭിപ്രായം പറയുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെ